ഫ്യൂച്ചർ മോഡിഫിക്കേഷനിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അതിനുള്ള നടപടികൾ നടക്കുക. എന്താണ് ഇപ്പോൾ പറയുന്നത്? മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു വോട്ട് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതായിട്ടാണ് പല ആൾക്കാരും അതിനെ ന്യായീകരിക്കാൻ പറയുന്നത്. ഒരിക്കലുമല്ല. കാര്യം നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന ആൾക്കാർക്കായിട്ട് നമ്മുടെ വരുമാനം കൂട്ടുക എന്നുള്ളത് അവരുടെ ബേസിക് അജണ്ട. ധനകാര്യം പുള്ളി നോക്കുന്നതാണ്, അദ്ദേഹം നോക്കുന്നതാണ്. അപ്പൊ ബേസിക്കലി അങ്ങനൊരു സെഗ്മെന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതാണ് അവരുടെ വിഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടില് സാരി ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ആയി. ആ സാരി നാട്ടിലെ ആൾക്കാർ ഇഷ്ടപ്പെടുകയും ലോകം മൊത്തമുള്ള ആൾക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ നാട് അതിനാൽ അറിയപ്പെടും. ഒരുപാട് വ്യക്തികൾ അതിന്റെ ജോലി കിട്ടും. കാഞ്ചീപുരം സാരിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നത് ഒരു ട്രെൻഡായി. മറ്റുള്ള നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വിട്ട് സാധനങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ നാട് അതിന് പ്രത്യേകത ഉള്ളതാണ്, നമ്മുടെ നാട് അതിന് ട്രെൻഡ് ഉള്ളതാണ്. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത്? ആ ട്രെൻഡിനെ ഉയർത്തിക്കൊണ്ടെന്നാൽ പണമുള്ളവന്റെ പണം പാവപ്പെട്ടവന്റെ കയ്യിലോട്ട് വരലാണ് യഥാർത്ഥ മെത്തേഡ്. പച്ചയ്ക്ക് പറഞ്ഞാൽ പണമുള്ളവന്റെ കളപ്പ്, പാവപ്പെട്ടവന്റെ പിഴപ്പ് എന്ന് പറഞ്ഞ പോലെ പണമുള്ളവൻ വണ്ടിക്കകത്ത് കഴപ്പ് കാണിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ പോക്കലോട്ടാണ് പോകുന്നത്. തൊഴിലവസരമാണ് കൂടുന്നത്, GST ആണ് കൂടുന്നത്, പല രീതിയിലും. ഇത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അവിടെ ഇവിടെ ഇരിക്കുന്ന മേധാവി ഓഫീസേഴ്സിന് എതിർചിന്ത ഉണ്ടാവും. പാർട്ടി വ്യത്യസ്തമായിരിക്കാം. അതിനുവേണ്ടി കണക്കുണ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിങ്ക് പോസിറ്റീവ്ലി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം നല്ലതാണെങ്കിൽ വളർത്തുക, അവസരം കിട്ടുക. എനിക്കും എത്ര നാൾ വരെ വണ്ടി ഓടിക്കാൻ പറ്റും? ഇനി എന്തോരം ജനറേഷൻ വരാൻ കിടക്കുന്നു, എന്തോരം പിള്ളേർക്ക് അവസരങ്ങളുള്ളത്. സോ ലെറ്റ് ഇറ്റ് ഗ്രോ റാദർ ദാൻ തിങ്കിങ് നെഗറ്റീവ്. വേറെ പാർട്ടിയിലായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നെഗറ്റീവ് പറയല്ലേ. നിങ്ങൾ പാർട്ടി ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും നമ്മൾ പോയി പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ പോയി പൈസ കൊടുക്കണം. പാർട്ടിക്കാർ തരൂല. അതിന് നമ്മൾ നല്ല വ്യവസായം വേണം. ലെറ്റ്സ് ഗോ.